നമുക്ക് ബാബുക്ക റൗണ്ട് കേട്ടാലോ? ആണ് ജഗത് കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. പെട്ടെന്ന് ഹായ് ജഗത്. ഹലോ ഹലോ അരന്തേട്ടാ. ഹായ് ജഗത്. സുഖാണോ? സുഖം. നമ്മള് മാച്ചിങ് അല്ലേ? അതെ അതെ അതെ, ബ്ലൂ ബ്ലൂ. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഒരു നുണക്കുഴി ഉണ്ടോ? പക്ഷെ തെളിഞ്ഞിട്ടില്ല അല്ലേ? കാണിച്ചേ. അത് മോണോ ആണല്ലേ? മോണോ ആണോ? സ്റ്റീരിയോ അല്ല അല്ലേ? രണ്ട് സൈഡും ജഗത് കണ്ണൂരിന്നല്ലേ? കണ്ണൂര് കോഴിക്കോട് ഭാഗത്ത് ബാബുക്കട പാട്ടുകളില്ലാത്ത ദിവസങ്ങളില്ലല്ലോ. കേട്ടിട്ടുണ്ടോ? സ്ഥിരം കേൾക്കാറുണ്ടോ ബാബുക്ക പാട്ടുകള്? ഏറ്റവും ഇഷ്ടമുള്ള ബാബുക്ക പാട്ട് ഏതാ? പ്രാണസഖി. ഓ, പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണൂതും മാറ്റിടയൻ, പ്രാണസഖി ഞാൻ. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പോസറാണ് ബാബുക്ക. അതെ അതെ, കോഴിക്കോട്ടുകാരുടെ അഭിമാനം അല്ലേ? വളരെ സന്തോഷം. പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം. പാട്ട് അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. അതാണോ നുണക്കുഴി? മ്യൂസിക് ബാബുരാജ് മാസ്റ്റർ, ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ, മൂവി പരീക്ഷ, വർഷം 1967. ഇതേ സിനിമയിലാണ് പ്രാണസഖി ഉള്ളത്. പരീക്ഷ പാടിയത് ദാസ്. വെരി ഗുഡ്. പാട്ട് കേൾക്കാം. താങ്ക് യു. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. പിന്നെ നീലക്കണ്ണിൽ നീരു തുളുമ്പും പാവാടക്കാരി, അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. പള്ളിക്കൂട മുറ്റത്തുള്ള
മല്ലികപ്പൂ മരം ചാരി പാഠം നോക്കി പഠിക്കുന്ന പാവാടക്കാരി, കണ്ടാൽ പാറി പാറി പറന്നു പോകും പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. കലക്കി അടിപൊളി, കലക്കി. ജഗത് കുട്ട എന്തോ ഉഗ്രനായിട്ട് പാടി, താങ്ക് യു സർ. വളരെ ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ആ. കുറച്ച് ബ്രത്തിന്റെ ഇഷ്യൂ മാത്രമാണ് എനിക്ക് തോന്നിയത് മെയിനായിട്ട്. അതുകൊണ്ട് കുറച്ച് ലാഗ് ആവുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നം, അത് പൊൻകിനാവിനരയന്നം ഇറങ്ങാറില്ല, അവിടെ മൈന്യൂട്ടായിട്ട്. അത് അത്ര വലിയ ഭീകരമായിട്ടുള്ള ശ്രുതി പ്രശ്നമല്ല, മൈന്യൂട്ട്. അന്നു നിന്റെ മനസ്സിൽ ഈ മലരമ്പില്ല, കൺമുനയിൽ നിന്ന് കാണും കവിതയില്ല, അതൊക്കെ വളരെ മനോഹരമായിട്ട് പാടി. Thank you, sir. നല്ല രസമുണ്ടായിരുന്നു. പാലുളി പുഞ്ചിരിമായും പാവാടക്കാരി, പിന്നെ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പാട്ട് ഭൂരിഭാഗവും വളരെ മനോഹരമായിട്ട് പാടി. എനിക്ക് തോന്നുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം ഉള്ളൊരു നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് പാടിയത് കേട്ടോ. വോയിസ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്, വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു എയറി പോലെ തോന്നുമായിരുന്നു, ഇന്ന് അത്രയും വലിയ പ്രശ്നം തോന്നിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് പാട്ടെഴുതിയ പി ഭാസ്കരൻ മാഷ് തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടി. വെരി ഗുഡ്. ജഗ്ഗു എന്തോ നല്ല സെലക്ഷൻ. താങ്ക് യു. ജഗ്ഗുവിന് പറ്റിയ പാട്ട്, ജഗത്കുട്ടിന്റെ ശബ്ദത്തിനും ജഗത്കുട്ടിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനും പറ്റിയൊരു പാട്ട്. പിന്നെ ഈ ട്രൗസറൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഈ പാട്ട് പാടുന്നത് ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടില്ല അധികം. കാരണം പാവാടക്കാരി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പാട്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ആറ്റിറ്റ്യൂഡ് കേട്ടോ, മിടുക്കനായിട്ട് പാടി. തൊട്ടപ്പുറത്തൊരു പാവാടക്കാരി നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ജഗ്ഗു എന്തോ എനിക്ക് തോന്നിയത് അവസാനം ആവുമ്പോഴത്തേക്ക് ബ്രെത്താണ് ഒരു വില്ലൻ. ഇന്നത്തെ വില്ലൻ ബ്രെത്തായിട്ടാണ് വന്നത്, ബ്രെത്തിന്റെ രൂപത്തിലാണ് വന്നത്. അവസാനം ആ താളം ഇതായി പോകുന്ന സ്ഥലത്ത് വലിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ട് നൈബുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ മിടുക്കനായിരുന്നു. താങ്ക് യു. അടിപൊളിയായിട്ട് പാടി. എനിക്ക് ആ ചരണമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കൻ. പല്ലവി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, പല്ലവി അനുപല്ലവി ഒക്കെ. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്ക് ലാസ്റ്റത്തെ പല്ലവി എത്തിയപ്പോഴത്തേക്കും ശ്വാസം കിട്ടാതായി. അയ്യോ എന്നായി. ഓക്കെ, അതേ ഉള്ളൂ. പിന്നെ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, ഈ ഷോൾഡറിന്റെ ഇത്. ശ്രദ്ധിക്കണേ. പിന്നെ ക്യാമറ നോക്കി പാടണം, അതാണ് മൂന്നാമത്തെ കാര്യം. എവിടെയായിരുന്നു നോട്ടം? ഞങ്ങളെ. ബട്ട് വൈ ഓക്കെ, ക്യാമറ നോക്കി പാടണേ. ഇനി അതൊക്കെ നമ്മള് അടുത്ത ഘട്ടത്തിലേക്ക് എത്താനായില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ചെറിയ സില്ലി സാധനങ്ങളൊന്നും, മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പാടില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗമോനെ എന്തോ ജഗമോനെ പറ്റി എല്ലാരും പറയുന്ന വളരെ കൺസിസ്റ്റന്റ് പെർഫോമർ എന്നാണ്. ഇന്നും വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു മോനെ. മോന്റെ 1-2 പാട്ടുകൾ ഞാൻ ഇന്നു മുമ്പ് കേട്ടിട്ടുണ്ട് ലൈവായിട്ട് പാടിയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മധുചേട്ടനും ആര്യം പറഞ്ഞത് നമ്മൾ ഒറ്റ ടേക്കിൽ ലൈവായിട്ട് പാടുമ്പോൾ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പൊക്കിയോളും. ടെൻഷൻ ഉണ്ടായിരുന്നോ പാടുമ്പോ? അതായിരിക്കും ചെറിയ അവസാനം ഞാൻ വന്നോണ്ടാണോ ഇന്ന്? അല്ലല്ല, ചില ടൈമിലുണ്ടാവും, ചിലപ്പോ ടെൻഷൻ ആവോ, ചില പാട്ടുകൾക്ക് ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായി പാടി. അതെ, ഉഗ്രനായിട്ട് പാടി, നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, വെരി ക്യൂട്ട് ഒരു സോങ്. ആൻഡ് യേശുദാസ്, പി ഭാസ്കരൻ, അതെ, ആൻഡ് ബാബുക്ക, ഈ 3 പേര് ഒരു ഹോളി ട്രയോ ആണല്ലോ. എല്ലാ പാട്ടുകളും അസാധ്യമാണ്. ഈ ജഗത് കുട്ടന്റെ മാർക്കാണ് അല്ലേ ചോദിക്കാം. ജഗത് കുട്ട എന്തോ. അപ്പൊ ഇന്ന് ജഗത് കുട്ടന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.5 out of 100. കവിളിത്ര
മാർക്ക് ഇനി നമ്മൾ കൂട്ടണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഓർത്ത് നല്ല വെക്കണം. മാർക്കാണ് ഇതൊക്കെ. അതെ, ഇതിലും കൂട്ടണം ഇല്ലേ മധോകൾ? അതിലും കൂട്ടണം. Yes. പിന്നെ എന്നെ കാണാൻ ഇന്ന് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് വന്നത്? ആരത്? ഒന്ന് രാജേശ്വരി രാഘു ആന്റിയും ഒന്ന് കൃഷ്ണമൂർത്തി അങ്കിളും. നമസ്കാരം. എന്ത് ചെയ്യണു? സൗദിയിലായിരുന്നു. സൗദിയിലായിരുന്നു. ഓക്കെ. പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് നേരിട്ട് അച്ഛൻ്റെ കേൾക്കാൻ സൗദി വന്നതാ. ഉണ്ടായവരാ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ. റിലേറ്റിലായിരുന്നു. ജനറൽ മോട്ടോഴ്സിന്റെ സ്പെയർ പാർട്സിലായിരുന്നു. ഓ അത് ശരി. ഓക്കെ. ആഹാ ഹാ. ഞാൻ രാജേശ്വരി റാവു. ആഹാ. നമ്മൾ തമ്മിലൊന്ന് ഡൽഹി ഫ്ലൈറ്റിൽ ഓ കണ്ടായിരുന്നു. യെസ്, അതാണ് ഞാനിങ്ങനെ എവിടെയോ കണ്ട പോലെ നല്ല കണ്ടുപരിചയം. അതെ 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 അതെ. 2 ദിവസം മുമ്പ് ഞങ്ങൾ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ അതെനിക്ക് കണ്ട് നല്ല പരിചയം പോലെ തോന്നുന്നു. അത് എവിടെയാണ് എന്താണെന്ന് ഒരു ഓർമ്മ കിട്ടിയില്ല. സൗദിയിലെ കന്നഡ ടീച്ചറായിരുന്നു. ബേസിക്കലി ഉടുപ്പിയാണ് ഞങ്ങളുടെ സ്ഥലം. ഓക്കെ. ഞങ്ങള് കേരളത്തിൽ വന്ന് സെറ്റിൽ ആയതാ. ഓക്കെ. ഇപ്പൊ പിടി കിട്ടി എനിക്ക്. Yes, 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 yes. യെസ്. അപ്പൊ ജഗത്തിന്റെ മലയാളം സോങ്സ് ഇഷ്ടമാണോ? അതെ, എനിക്ക് കേരള ഇഷ്ടമാണ്, മലയാളം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മലയാളം പഠിച്ചതും. ഓ ഓക്കെ ഓക്കെ. അതാണ് ഇന്നിവിടെ ഒരു ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റിയത്. ഓ ശരി. എല്ലാ പഴയ പാട്ടുകളും മധോകൾ ഇഷ്ടമാണ്. കന്നഡയിൽ 2 ഡയലോഗ് പറ. ആ മതി ചേട്ടാ. ഊಟ ಚೆನ್ನಾಗಿದ್ದೀರಾ? ಆಯ್ತಾ? പാട്ട് ತುಂಬಾ ಚೆನ್ನಾಗಿತ್ತು. നമുക്ക് ശ്രീയക്കുട്ടീനെ വിളിക്കണം. അതെ കന്നഡയിൽ സംസാരിക്കാൻ മധോകൾ മതി. ഇതൊക്കെ മധോകളുടെ ചേട്ടാ എല്ലാം നോക്കിക്കൊള്ളണം കേട്ടോ. അരവിന്ദേട്ടന് കന്നഡ അറിയോ? കന്നഡയിൽ ഞാൻ 3 പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ലാംഗ്വേജ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ താങ്ക് യു ആന്റി. പാട്ട് നേരിട്ട് അങ്കിളിനും ആന്റിക്കും നേരിട്ട് കാണാൻ വന്നതിൽ ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഞങ്ങള് ഈ ടോപ്പ് ബ്രാൻഡിന്റെ ഫാൻസ് band. കൂടിയാണ്. ഓ ശരി. 6 കൊല്ലമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാരാണ് ഞങ്ങള്. 7 മണിയാവാനായിട്ട് കാത്തിരിക്കും വൈകിട്ട് ഈ പ്രോഗ്രാം കാണാനായിട്ട്. സൗദിയിലുള്ളപ്പോഴും ഇവിടെയും എപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാം കാണാറുണ്ട്. മീനാക്ഷിയും നല്ല എന്താ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുന്ന മീനാക്ഷി ഇഷ്ടമാണ്. ജഡ്ജസിനെയൊക്കെ ഒരുപാട് ആരാധിക്കും. അവരെയൊക്കെ നേരിട്ട് കാണാന്നുള്ള ഒരു സാഹചര്യം വളരെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി നേരിട്ട് സന്തോഷം. കാണുന്നതിന് കേട്ടോ. അപ്പൊ ജഗത് കുട്ട താങ്ക് യു സോ മച്ച്. ടാറ്റാ. ബൈ. ടാറ്റാ. ബൈ. Bye, ഗുഡ് good night. നൈറ്റ്.